അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വൽ ഫായിസീന ബിദില്ലാഹ്. അമ്മാ ബഅദു ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മാ മിൻ മുസ്ലിമിൻ തുദ്രികുഹു ഇബ്നതാനി ഫയുഹ്സിനു സുഹ്ബതഹുമാ ഇല്ലാ അദ്ഖലതാഹു അൽ ജന്നah. സഹോദരന്മാരെ, സഹോദരികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ പെൺകുട്ടികളെ വളർത്തുകയും അവർക്ക് വേണ്ടി ധനം ചിലവഴിക്കുകയും അവരുടെ കാര്യത്തിൽ ക്ഷമ കൈക്കൊള്ളുകയും ചെയ്യുന്ന ആളുകൾക്ക് ആ പെൺകുട്ടികൾ നരകത്തിൽ നിന്നുള്ളൊരു മറയായിരിക്കും എന്ന അർത്ഥത്തിലുള്ള ഒരു ഹദീസ് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദൗർബല്യതയും അവരുടെ ശാരീരികവും മാനസികവുമായ അവസ്ഥകളും പരിഗണിച്ചുകൊണ്ടാണ് അവർക്ക് പ്രത്യേകം സ്ഥാനം നൽകണം എന്ന നിർദ്ദേശം ഇസ്ലാം നൽകിയിട്ടുള്ളത്. അതുമാത്രമല്ല, നമ്മൾ കഴിഞ്ഞ ക്ലാസ് സൂചിപ്പിച്ചതുപോലെ പെൺകുട്ടികളെ വളർത്തുന്നതും പെൺകുട്ടികൾ ജനിക്കുന്നത് പോലും അപമാനമായി കണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇസ്ലാം ഇത്തരം നിർദ്ദേശങ്ങൾ നൽകുന്നത്. കഴിഞ്ഞ ഹദീസിൽ അവരുടെ അവകാശങ്ങൾ നൽകി കടമകൾ നിർവഹിച്ച് വളർത്തിക്കൊണ്ടുവന്നാൽ അവർക്ക് നരകത്തിൽ നിന്നുള്ള മറയായിരിക്കും എന്ന് നമ്മൾ സൂചിപ്പിച്ചു. എന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ് മാ മിൻ മുസ്ലിമിൻ തുദ്രികുഹു ഇബ്നതാനി. ഒരു മുസ്ലിമായ വ്യക്തിക്ക് രണ്ട് പെൺകുട്ടികളുണ്ട്. അവിടെ ഒരു നിബന്ധന ഇസ്ലാമാണ്. അപ്പോൾ ഇസ്ലാമിലായിരിക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കാണ് പ്രതിഫലമുള്ളത്. ഈമാനും ഇസ്ലാമും ഇല്ലാതെ ഒരു വ്യക്തി ചെയ്യുന്ന ഏത് പ്രവർത്തനവും അത് പരലോകത്തേക്ക് നിഷ്ഫലമാണ്. ഈമാനും ഇസ്ലാമും അടിസ്ഥാനമാണ്. അപ്പോൾ ഒരു മുസ്ലിമായ വ്യക്തിക്ക് രണ്ട് പെൺകുട്ടികളുണ്ട്. ഫയുഹ്സിനു സുഹ്ബതഹുമാ, അവരോടുള്ള സഹവർത്തിത്വത്തെ നന്നാക്കുന്നു. എന്തുകൊണ്ടാണ് പെൺകുട്ടികളോടുള്ള സഹവർത്തിത്വത്തെ നന്നാക്കുക എന്ന് പ്രത്യേകം പറഞ്ഞത്? സ്വാഭാവികമായും സമൂഹം സ്ത്രീകളെ ഏത് രൂപത്തിലാണോ കാണുന്നത് ആ ഒരു അവസ്ഥ വെച്ച് നോക്കിയാൽ ചിലപ്പോൾ മാനസികമായി അവരോട് ദേഷ്യമോ വെറുപ്പോ തോന്നിയേക്കാം. അല്ലെങ്കിൽ അത് ഒരു അപമാനത്തിന്റെ കാരണമായി ആളുകൾ കണ്ടേക്കാം. എന്നാൽ അങ്ങനെ ഒരിക്കലും അവരെ അപമാനത്തിന്റെ കാരണമായി കാണരുത് എന്നും അവരോട് മാനസികമായോ മറ്റോ വെറുപ്പ് തോന്നരുത് എന്നുമുള്ള ഒരു ശക്തമായ നിർദ്ദേശമാണ് ഈ ഒരു പദപ്രയോഗത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നത്. ഫയുഹ്സിനു സുഹ്ബതഹുമാ, അവരോടുള്ള സഹവർത്തിത്വം നന്നാക്കണം. അത് അവർ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പും പ്രായപൂർത്തിയാകുന്നതിന് ശേഷവും ഒക്കെ. സ്വാഭാവികമായും പെൺകുട്ടികൾ പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ പിന്നീട് പിതാക്കന്മാരുടെ അശ്രദ്ധ വരുന്ന ഒരു സമയമുണ്ട്. ചിലപ്പോൾ അവരോടുള്ള ഇടപെടലുകളും പെരുമാറ്റങ്ങളും മോശമായി വരാറുണ്ട്. എന്നാൽ അത്തരം സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും അവരോട് ഏറ്റവും നന്നായി പെരുമാറുകയും ഏറ്റവും നന്നായി ഇടപെടുകയും ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന സന്തോഷ വാർത്തയാണ് ഇല്ലാ അദ്ഖലതാഹു അൽ ജന്നah. ആ രണ്ട് പെൺകുട്ടികൾ ഈ വ്യക്തിയെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്നാണ്. അപ്പൊ രണ്ട് പെൺകുട്ടികൾ വ്യക്തിയെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടികൾ ആ വ്യക്തിയുടെ സ്വർഗപ്രവേശനത്തിനുള്ള കാരണമാണ് എന്നർത്ഥമാണ്. സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതും സ്വർഗപ്രവേശനം നൽകുന്നതും അല്ലാഹു തആലയാണ്. പിന്നെ ഹദീസിൽ പെൺകുട്ടികൾ അദ്ദേഹത്തെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് പറയുമ്പോൾ ആ പെൺകുട്ടികളോടുള്ള അദ്ദേഹത്തിന്റെ ഇടപെടലും മറ്റും കാരണത്താൽ അതൊരു കാരണമായി അവരെ ഒരു കാരണമാക്കി അല്ലാഹു തആല അവർക്ക് സ്വർഗം നൽകും എന്നുള്ളതാണ്. അപ്പോൾ അല്ലാഹു തആല സ്വർഗം വാഗ്ദാനം ചെയ്യുന്ന വലിയൊരു സൽപ്രവർത്തനമാണ് തൻ്റെ പെൺമക്കളോട് ഏറ്റവും നന്നായി പെരുമാറുക എന്നുള്ളത്. അതുകൊണ്ട് മാതാപിതാക്കൾ തങ്ങളുടെ ജീവിതകാലത്ത് പ്രതിഫലം നേടാൻ കഴിയുന്ന വലിയൊരു മാർഗമായി, വലിയൊരു വഴിയായി തങ്ങളുടെ പെൺകുട്ടികളെ കാണുകയും അവരോട് ആ നിലക്കുള്ള സ്നേഹത്തോടെയും അതേപോലെ തന്നെ അവർക്ക് നൽകേണ്ടുന്ന അവകാശങ്ങളും കടമകളും ബാധ്യതകളും എല്ലാം നൽകി വളരെ ഏറ്റവും ഉത്തമമായ ഒരു സഹവർത്തിത്വം അവരുമായി സ്വീകരിക്കുകയാണ് വേണ്ടത്. അത് നമുക്ക് പരലോകത്ത് സ്വർഗം ലഭിക്കാൻ കാരണമാണ്. ആ ഒരു സ്നേഹത്തോടെ പെൺമക്കളെ കാണണം എന്നാണ് നമ്മൾ ഹദീസിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.